ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് ചെയ്യാണ്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് മെയ് 2 ആണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, 5th ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീച്ചു, ചായക്കുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കാം, ചെറിയ കേക്ക് കട്ടിങ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ചെറിയ 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 കാര്യങ്ങൾ ഇന്നത്തെ നമുക്ക് വ്ളോഗിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മോൾക്ക് വേണ്ടി വിഷ് ചെയ്യണം. അപ്പോൾ വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ രാവിലെ എണീച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് ഉച്ചത്തേക്കുള്ള ചിക്കനും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ പോകണം. അപ്പോൾ അതിനാണ് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഡീറ്റെയിൽഡായി കാണിക്കുന്നില്ല, കുട്ടി വ്ളോഗാണ് ആക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിയിട്ട് വന്ന് അതൊക്കെ ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണ്. പിന്നെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല ഫുഡ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടെല്ലാം കാണിക്കാം, കാരണം എല്ലാം തനിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒന്ന് പാലട പായസവും നെയ്ച്ചോറും ചിക്കനൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കേക്ക് വാങ്ങാൻ കൂടെ പോകണം. അപ്പോൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ ഞാൻ ടോപ്പ് നോച്ചിലാണ് കേക്ക് ഓർഡർ കൊടുത്തത്. അപ്പോൾ പാലക്കാട് ഞാൻ ടോപ്പ് നോച്ചിൽ വന്നിരിക്കുകയാണ്. ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കേക്കിൻ്റെ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ട്രഫിൾ കേക്കാണ്, ചോക്ലേറ്റ് ട്രഫിൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്കൊക്കെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. എൻ്റെ പെപ്പർ ചിക്കനും അതുപോലെ തന്നെ ചില്ലി ചിക്കനും അത് പിന്നെ നമ്മുടെ നെയ്ച്ചോറ്. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഞാനാണ് ലാസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ കഴിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കേക്കൊക്കെ നമ്മൾ ബോക്സ് തുറക്കുകയാണ്. ഇത് ചോക്ലേറ്റ് ട്രഫിളാണ്. എൻ്റെ മോളുടെ 5th ബർത്ത്ഡേ ആണ് കേട്ടോ. അവളുടെ പേര് ഇഷാമറിയാണ്. അപ്പോൾ ഇത് കസ്റ്റമൈസ്ഡൊന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, നമ്മൾ ഫ്ലേവർ മാത്രം പറഞ്ഞു കൊടുത്തു. പിന്നെ വെയിലത്ത് കൊണ്ടുവന്നുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ആ ചോക്ലേറ്റൊക്കെ മെൽട്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാണ് ചെറുതായിട്ട് മാത്രം. അപ്പോൾ ടോപ്പർ, ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏജിൻ്റെ ടോപ്പറും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാമെന്ന് കരുതുകയാണ്. അപ്പോൾ മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതൊക്കെ ഒന്ന് നുള്ളിപ്പെറുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ആദ്യം തന്നെ എല്ലാവർക്കും കൊടുക്കുകയാണ്. ആദ്യം എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ സിസ്റ്ററുടെ മോളാണ് കേട്ടോ. അവളിടയിൽ കൂടെ ചെറുതായിട്ട് കാണുന്നുണ്ട്, അവൾ സിസ്റ്ററുടെ മോളാണ്. അത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നമ്മൾ കുഞ്ഞു വ്ളോഗാണ്, അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ചടങ്ങാണ് കേക്ക് കട്ട് ചെയ്തിട്ട് കേട്ടോ. അതിനിടയിൽ നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്ന കത്തിയൊക്കെ മുറിഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീടും എല്ലോൻ്റെ വീടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മ, പിന്നെ എൻ്റെ ചെറിയ മക്കൾ, പിന്നെ അമ്മച്ചി, പിന്നെ അത് അപ്പച്ചനാണ്. അത് കഴിഞ്ഞ് എൻ്റെ അത്തയാണ് അവിടെ ഇരിക്കുന്നത്, പിന്നെ എൻ്റെ ഉമ്മ, പിന്നെ ക്യാമറ എടുക്കുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കേക്ക് കഴിച്ചത് സിസ്റ്ററുടെ മോള്. അപ്പോൾ അവസാനം അവൾ എനിക്കും തന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. പുറത്ത് പോയപ്പോഴാണ് ഞാൻ ഈ ഒരു ഇത് കണ്ടില്ല, ഒരു ഫാം പോലെ. അത് വാട്ടർ മെലൻ്റെ ആണ്. നമുക്ക് വിഷരഹിത തണ്ണിമത്തനും കിട്ടുന്ന ഒരു ഫാമാണ്, ഫ്രഷ് ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. അവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാനായിട്ട് തരും കേട്ടോ. അപ്പോൾ ഇത് തന്നിശ്ശേരി ഭാഗമാണ്, പാലക്കാട്. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ നല്ല വിഷരഹിതമാണെങ്കിലും നല്ല മധുരവും കളറൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ